നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. അതിൽ ഏതാനും റീച്ചുകൾ വരും മാസങ്ങളിൽ തുറന്നു നൽകുകയാണ്. ഭൂരിഭാഗം ആളുകൾക്കും ഈ ആറുവരി പാതയിൽ എങ്ങനെയാണ് വാഹനം ഓടിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഈ മനോഹരമായ റോഡിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് വാഹനം ഓടിച്ചിട്ടില്ലെങ്കിൽ ഈ റോഡ് ഒരു ദുരന്ത ഭൂമികയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് അപകടങ്ങൾ ഈ ആറുവരി പാതയിൽ നടന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ആറുവരി പാതകൾ കേരളത്തിൽ സുലഭമല്ലാത്തതുകൊണ്ടായിരിക്കാം വാഹനം ഓടിക്കുന്നതിൽ ഡ്രൈവർമാർ ബോധവാന്മാരല്ലാത്തത്. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ആറുവരി പാതയിൽ വാഹനം ഓടിക്കുന്നത് എന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു ടെക്കി മീഡിയ. ആറുവരി പാതയിലെ പ്രധാന ഘടകമാണ് ലൈൻ ട്രാഫിക്കിംഗ്. ലൈൻ ട്രാഫിക്കിംഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇന്ന വാഹനങ്ങൾ ഇന്ന ട്രാക്കിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന്. എന്നാൽ നിങ്ങളുടെ വാഹനത്തിന്റെ വേഗതയാണ് നിങ്ങൾ ഏത് ട്രാക്കിലൂടെ പോകണം എന്ന് തീരുമാനിക്കുക. ഇരു ദിശകളിലേക്കും 3 വരികളായാണ് ആറുവരി പാത സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഇടതുവശത്തുള്ള ഫസ്റ്റ് ട്രാക്ക് വേഗത കുറഞ്ഞു സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കുള്ളതാണ്. അധികവും ഹെവി വാഹനങ്ങളാണ് ഈ ട്രാക്കിൽ പോകേണ്ടത്. സുരക്ഷിതത്വം നോക്കുകയാണെങ്കിൽ ഇരുചക്ര 3 ചക്ര വാഹനങ്ങൾക്ക് അനുയോജ്യമായ ട്രാക്ക് എപ്പോഴും ഫസ്റ്റ് ട്രാക്ക് ആണ്. ഇനി സെന്റർ ട്രാക്ക്. സെന്റർ ട്രാക്ക് ആണ് സ്പീഡ് ട്രാക്ക്. ഈ ട്രാക്ക് വേഗതയിൽ കടന്നു പോകുന്ന വാഹനങ്ങൾക്കുള്ളതാണ്. സ്ലോ ട്രാക്കിൽ കടന്നു പോകുന്ന ഒരു വാഹനത്തിന് സ്ലോ ട്രാക്കിലുള്ള മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ സ്പീഡ് ട്രാക്ക് ഉപയോഗിക്കാം. സ്പീഡ് ട്രാക്കിൽ കയറുന്നതിന് മുൻപ് ഇൻഡിക്കേറ്റർ വാർണിംഗ് നൽകി പിറകിൽ നിന്നും മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം സ്പീഡ് ട്രാക്കിൽ കയറി ഓവർടേക്ക് ചെയ്യേണ്ടതും ശേഷം ഇൻഡിക്കേറ്റർ വാർണിംഗ് നൽകി മിററിൽ നോക്കി ശ്രദ്ധയോടെ സ്ലോ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ആറുവരി പാതയിൽ ഒരു പ്രധാന ഘടകമാണ് ട്രാക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ വാർണിംഗ് നൽകി മറ്റു ട്രാക്കിലെ വാഹനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളത്. ഇനി തേർഡ് ട്രാക്ക്. ഈ ട്രാക്ക് എപ്പോഴും ഫ്രീ ആയിരിക്കും. ഫ്രീ ആയിരിക്കും എന്നല്ല, ഫ്രീ ആയിരിക്കണം. ഈ ട്രാക്കിനെ ഓവർടേക്കിംഗ് ട്രാക്ക്, എമർജൻസി ട്രാക്ക് എന്നും പറയാറുണ്ട്. സെന്റർ ട്രാക്കിൽ, അതായത് സ്പീഡ് ട്രാക്കിൽ പോകുന്ന വാഹനങ്ങൾക്ക് സ്പീഡ് ട്രാക്കിലുള്ള മറ്റു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ട്രാക്ക്. ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇൻഡിക്കേറ്റർ വാർണിംഗ് നൽകി സ്പീഡ് ട്രാക്കിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതാണ്. ആംബുലൻസ്, ഫയർഫോഴ്സ് തുടങ്ങിയ എമർജൻസി വാഹനങ്ങൾ ഈ ട്രാക്ക് ആയിരിക്കും ഉപയോഗിക്കുക. ഹെവി വാഹനങ്ങൾ ഒരിക്കലും ഈ ട്രാക്ക് ഉപയോഗിക്കരുത്. 100 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യാവുന്ന ആറുവരി പാതയാണ് എല്ലാം. എന്നാൽ ചില കർവുകളിൽ വാർണിംഗ് ബോർഡിലുള്ള സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഈ ആറുവരി മെയിൻ കാരേജ് വേക്ക് പുറമെ മിക്ക സ്ഥലങ്ങളിലും 2 ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കും. ഈ സർവീസ് റോഡുകളിലൂടെ 2 ദിശകളിലേക്കും വാഹനം ഓടിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.